ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഫ്യൂഷൻ സ്റ്റൈൽ ക്രീമി മക്കനി മാക്രോണി പാസ്തയാണ്. അപ്പോൾ ഇത് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഓർ ഈവൻ കിഡ്സിനൊക്കെ ലഞ്ച് ബോക്സിന് പാക്ക് ചെയ്യാനായിട്ടൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള റഫായി ചോപ്പ് ചെയ്തതും റഫായിട്ട് ചോപ്പ് ചെയ്ത 2 തക്കാളിയും 4 വറ്റൽമുളകും 10 to 15 അല്ലി വെളുത്തുള്ളിയും ഒരു 10 കശുവണ്ടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാളയും തക്കാളിയും നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ സവാള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിനായി നമ്മളിവിടെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് മക്രോണി വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിലും ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തിള വരുമ്പോൾ 1 കപ്പ് മക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് മസാല അരച്ചെടുക്കാം. അതിനായി നമ്മളിവിടെ ഓൾറെഡി മസാല വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി ഇപ്പോൾ ചൂടാറി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായി വരണത് വരെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല വഴറ്റിയ അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഓർഗാനോ ഇല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ്ങോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി നല്ല തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ മക്രോണിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മക്രോണിയിൽ നല്ലതുപോലെ മസാല പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും
ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ഇന്ത്യൻ ഫ്യൂഷൻ സ്റ്റൈൽ ക്രീമി മക്കനി മക്രോണി പാസ്ത റെഡി. അപ്പോൾ ഇത് ചൂടോട് കൂടി ഒന്ന് സെർവ് ചെയ്ത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.